വളരെ വളരെ നിർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ്, ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള AICCയുടെ സ്പെഷ്യൽ ഡെലിഗേഷൻ 4 പാർലമെന്റ് അംഗങ്ങളും ഒരു നിയമസഭാംഗവും അതുപോലെ ജയിലിൽ കഴിയുന്ന സിസ്റ്റേഴ്സിന്റെ ബ്ലഡ് റിലേറ്റീവ്സ് ഉൾപ്പെടെയുള്ള ഒരു ഡെലിഗേഷൻ അവരെ കാണാൻ അനുവാദം ആവശ്യപ്പെട്ടു. നൽകാമെന്ന് പറഞ്ഞു. 12:30ക്കും 12:45 ഇടയ്ക്ക് കാണാമെന്നുള്ള സമയം അനുവദിച്ചു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ 1:30 എന്ന സമയം പറഞ്ഞു. 1:30 കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് കാണാൻ അവസരമില്ല, നാളെ വേണമെങ്കിൽ പരിശോധിക്കാമെന്ന നിലയിലാണ്. ആൾക്കൂട്ട വിചാരണയല്ലേ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും നടത്തിയത്? പോലീസ് ഒഫീഷ്യൽസ് നോക്കി നിൽക്കെ ഈ പെൺകുട്ടികളുടെ ബാഗ് മുഴുവൻ തുറന്ന് അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയും അതിനകത്ത് 2000 രൂപ കണ്ടപ്പോൾ ആ 2000 രൂപ സിസ്റ്റേഴ്സ് നൽകി നിങ്ങളെ വിലയ്ക്ക് വാങ്ങി മനുഷ്യക്കടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് എന്ന് പറയണമെന്ന് അവരെ കൊണ്ട് മൊഴി പറയാൻ ഈ സിസ്റ്റേഴ്സിന്റെ മുമ്പിൽ വെച്ച് നിർബന്ധിക്കുകയും നിങ്ങൾ മൂങ്ങയെപ്പോലെ വായു മൂട്ടിയിരുന്നോളണം. സിസ്റ്റേഴ്സിനോട് ഈ ബജ്രംഗദൾ പ്രവർത്തകർ പറഞ്ഞതാണ്, നിങ്ങൾ മിണ്ടാൻ പാടില്ല, മൂങ്ങയെപ്പോലെ വായ മൂടി ഇരുന്നു കൊള്ളണമെന്ന് കൃത്യമായി കർശനമായി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മർദ്ദത്തിനും നിർബന്ധത്തിനും വഴങ്ങിയിട്ടാണ് ഒരു കുട്ടി പെട്ടെന്ന് സ്ഥലം പറയാൻ കഴിയാതെ പോയപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി മാറിപ്പറഞ്ഞു എന്നതിന്റെ പേരിൽ കേസെടുത്തത്.